നമസ്കാരം, ബിസിനസ് ഡീകോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉജ്ജ്വല യോജനയിൽ 10 കോടി സ്ത്രീകൾക്ക് പാചകവാതകം വിതരണം ചെയ്തതിൻ്റെ ഭാഗമായി ആ 10 കോടി എണ്ണം തികച്ച സ്ത്രീയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്ന ഒരു കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. 27,000-ൽ പരം കോടി രൂപയുടെ നേട്ടം ഈ ഇനത്തിൽ ജനങ്ങൾക്ക് ലഭ്യമായി എന്നാണ് പ്രധാനമന്ത്രി അന്ന് അവകാശപ്പെട്ടത്. നമ്മൾ ആലോചിക്കുക, ഈ 10 കോടി പേർക്ക് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിൽ പാചകവാതകം വിതരണം ചെയ്യുമ്പോൾ എത്ര ലക്ഷം കോടി രൂപയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതിയുടെ കാര്യത്തിലും സെസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. 3.71 ലക്ഷം കോടി രൂപ അധികമായി ഓരോ വർഷവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത് വഴി ഗവൺമെൻറ് ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞെടുക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 ലക്ഷം കോടിയിൽ പരം രൂപ ജനങ്ങളിൽ നിന്നും ഇതിനകം ഗവൺമെൻറ് ഈ ഇനത്തിൽ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർക്ക് LPG സിലിണ്ടറിന് നൽകിയിരുന്ന സബ്സിഡി ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്. ഫലത്തിൽ ഗവൺമെൻറ് നിർത്തലാക്കി എന്നൊരു പ്രഖ്യാപനം ഔപചാരികമായി നടത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ആരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ സബ്സിഡി വരുന്നതായി നമ്മൾ അറിയുന്നില്ല. അപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ, ഏതാണ്ട് നമ്മുടെ ഏകദേശ കണക്കനുസരിച്ച് ഗവൺമെൻറ് തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 3.71 ലക്ഷം കോടി രൂപ അധിക വരുമാനമായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി വർധനയിലൂടെ സർക്കാരിന് ലഭിക്കുന്നു എന്നാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 15 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം ജനങ്ങളിൽ നിന്നും കവർന്നെടുത്തതിന് ശേഷം പറയുന്നു, ഞങ്ങൾ 10 കോടി പേർക്ക് ഗ്യാസ് സൗജന്യമായി കൊടുത്തു, 27,000 കോടി രൂപയുടെ നേട്ടം ഉണ്ടായി എന്ന്. അപ്പോൾ ജനങ്ങളെ പിഴിഞ്ഞെടുത്തുകൊണ്ട് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് വെറും പ്രചരണത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രംഗത്ത് വരുന്നുവെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരത്തിൽ കോടാനുകോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, 2026 വരെ GST കോമ്പൻസേഷൻ കൊടുക്കുന്നതിനുള്ള സെസ് ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2026 മാർച്ച് 31 വരെ തുടരും എന്നാണ് പറയുന്നത്. അതായത് ഇനിയും 2 വർഷവും 3 മാസവും കൂടി GST കോമ്പൻസേഷൻ സെസ് പിരിച്ചുകൊണ്ടിരിക്കും. GST കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് 2022 ജൂൺ മാസത്തോടുകൂടി അവസാനിച്ചു. പിന്നെ എന്തിനാണ് 2026 വരെ ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെസ് പിരിക്കുന്നത്? അപ്പോൾ അതിന് പറയുന്ന മറുപടി ഇതാണ്, കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയിൽ, പ്രത്യേകിച്ച് 2020-ലും 2021-ലും ഒക്കെ ഉണ്ടായ കോവിഡ് മഹാമാരി മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. വിചാരിച്ചതുപോലെ GSTയുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ആ വർഷങ്ങളിൽ വളർച്ച നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് GST കോമ്പൻസേഷൻ സെസ് 2026 വരെ പിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാനങ്ങൾക്കൊട്ട് അത് കൊടുക്കുന്നുമില്ല. അതായത് ഈ ജനങ്ങളിൽ നിന്നും ഈ നികുതി പിരിച്ചുകൊണ്ട് അത് എന്ത് കാര്യത്തിനാണോ വിനിയോഗിക്കേണ്ടത് അതിന് ചെലവഴിക്കാതിരിക്കുന്നു. ആ GST കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി വായ്പ എടുക്കേണ്ടി വന്നിരുന്നു. ആ വായ്പയുടെ തിരിച്ചടവിന് വേണ്ടിയിട്ടാണ് ഇത് 2026 വരെ നീട്ടുന്നത് എന്നാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം വരുമാനം കുറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും ജനങ്ങളുടെ മേൽ GST കോമ്പൻസേഷൻ സെസ് അടിച്ചേൽപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ എപ്രകാരമുള്ള പ്രതിസന്ധിയാണോ ഉള്ളത്, അതേ പ്രതിസന്ധി സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് മഹാമാരി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ 2022-ൽ അവസാനിച്ച GST കോമ്പൻസേഷൻ സെസ് 5 വർഷം കൂടിയോ അല്ലെങ്കിൽ കുറച്ച് കാലം കൂടിയോ നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെടുന്നത്. അത് നീട്ടിത്തരുന്നില്ല എന്ന് മാത്രമല്ല, ആ GST കോമ്പൻസേഷൻ സെസ് ജനങ്ങളിൽ നിന്നും ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതേ രീതിയിൽ ജനങ്ങളെ നിരവധി രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ പല ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ച് കൊണ്ട് വലിയ തോതിലുള്ളൊരു ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കോടാനുകോടി പിഴിഞ്ഞെടുത്തുകൊണ്ട് ഉജ്ജ്വല യോജനയിൽ 10 കോടി പേർക്ക് ഗ്യാസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ പലതും അവകാശവാദങ്ങൾ മാത്രമാണ്, പലതും പ്രചരണത്തിന് വേണ്ടി വലിയ ഹോർഡിങ്ങുകളും ഫ്ലെക്സ് ബോർഡുകളും വെക്കുന്നതിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എന്നെല്ലാമുള്ള അതിശക്തമായ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കോടാനുകോടി രൂപ ഓരോ വർഷവും ജനങ്ങളിൽ നിന്നും വലിയ തോതിൽ പിടിച്ചെടുക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് സബ്സിഡി പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് നികുതിയുടെ രൂപത്തിലും സെസ്സിൻ്റെ രൂപത്തിലും സബ്സിഡികൾ ഒഴിവാക്കിയും ഒക്കെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്തൊരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിൽ ഇന്ന് തുടരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് 27,000 കോടി രൂപ ഉജ്ജ്വല യോജന വഴി ജനങ്ങൾക്ക് നേട്ടമുണ്ടായി, സ്ത്രീകൾക്ക് നേട്ടമുണ്ടായി, പാവപ്പെട്ട സ്ത്രീകൾക്ക് നേട്ടമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വശത്തു നിന്നും ജനങ്ങളെ കൊള്ളയടിച്ച് ലക്ഷക്കണക്കിന് കോടി രൂപ കുന്നുകൂടുമ്പോൾ ഏതാനും ചില ചില്ലറ നാണയത്തുട്ടുകൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അത് വലിയ പ്രൊപ്പഗാൻഡയുമായി വലിയ പ്രചരണങ്ങളുമൊക്കെ ആയിട്ട് പോവുകയാണ്. കേന്ദ്രത്തിൽ എപ്രകാരമാണോ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് അതേ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം അതേ സാമ്പത്തിക സാഹചര്യവും അതേ സാഹചര്യം കോവിഡ് മഹാമാരിയുടെ സാഹചര്യമൊക്കെ സംസ്ഥാനങ്ങളും നേരിട്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൽ കാണാൻ കഴിയുന്നത് ഒരേ സമയം ജനങ്ങളെ കൊള്ളയടിക്കുക. മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ ഗണ്യമായ രീതിയിലേക്ക് താഴ്ന്നിരിക്കുന്നു. വലിയ തോതിൽ അത് താഴ്ന്നു പോയിരിക്കുന്നു. പക്ഷേ നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ 1 ഇഞ്ച് പോലും 1 രൂപയുടെ പോലും കുറവ് നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപ ജനങ്ങളെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു സർക്കാർ ആണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് എന്നുള്ളത് വളരെ പകൽ പോലെ നമുക്ക് വ്യക്തമാവുകയാണ്. എന്നിട്ട് നിസ്സാരമായ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. അത് ഉജ്ജ്വല യോജനയുടെ കാര്യത്തിൽ ഗ്യാസ് കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കാർക്കും നേരിട്ട് വലിയ പിടിയില്ല. ഏതായാലും 10 കോടി പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയെന്നാണ് പറയുന്നത്. അതിൽ പോലും ആകെ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് 27,000 പരം കോടി രൂപയാണെന്നാണ് സർക്കാർ തന്നെ സമ്മതിക്കുന്ന കണക്കുകളിലുള്ളത്. അതുകൊണ്ട് ഒരു വശത്ത് കോടിക്കണക്കിന് രൂപയുടെ ജനങ്ങളെ ഇന്ന് നിത്യദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ അവരിൽ നിന്ന് പോക്കറ്റടിച്ചുകൊണ്ട് തീരുവ ഇനത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് ഏതാനും ചില ആളുകൾക്ക് കോടികൾ കൊടുത്തു, ചില സൗജന്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നത്, ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് രാജ്യം നേരിടുന്ന വളരെ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.